ആരും തെറ്റിദ്ധരിപ്പിച്ചതാണ്. മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. മാഡം ഇതിൻ്റെ കൂടെ നിന്ന് എന്നെ ആശുപത്രി മാഡം വന്ന് സന്ദർശിച്ച് മാഡം അത് ഞാൻ ഉണ്ടാക്കിയ ആരോപണത്തിൽ മാഡത്തിന് വളരെ ദുഃഖമുണ്ട്. മാഡം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിലുണ്ടായ മെല്ലെപ്പോക്കും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയുടെ ഗുരുതരമായ പ്രതിസന്ധി അത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതിനെ മറച്ചുവെക്കാൻ ഗവൺമെന്റ് എന്ത് നാടകങ്ങൾ നടത്തിയാലും എത്ര അധികാര ദുർവിനിയോഗം നടത്തിയാലും അവർക്ക് സാധിക്കുന്നതല്ല. ജനങ്ങൾ ഡോക്ടർ ആരിസ് ഹസന്റെ കൂടെയാണ്. UDF കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. KJMOയ്ക്കും മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അത് ഞാൻ തന്നെയാണ്. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ് ആയിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസ് ആണ്, അവർ ഡോക്ടേഴ്സാണ്, അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ എൻ്റെ വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. ഞാൻ ഹാരിസ് ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഹാരിസ് ഡോക്ടറിൻ്റെ അടുത്ത് സമാധാനമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളിലൊന്നും ഹാരിസ് ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടത്. അപ്പോൾ ഹാരിസ് ഡോക്ടറിനെ കുരുക്കാനാണെങ്കിൽ ഞാൻ പോയി കാണത്തില്ല. എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് പിറ്റേന്നൊരു പ്രസ് മീറ്റ് ഇന്നലെ പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ അത് വളരെ അധികം ഞങ്ങളുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു. അതിൽ അദ്ദേഹത്തെ സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിൽ സംസാരിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു എൻക്വയറി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സെർച്ച് നടത്തുമ്പോൾ ഒരു ഉപകരണം അവിടെ ഉണ്ടോ എന്നുള്ളപ്പോൾ അവിടുത്തെ HODയുടെ പ്രസൻസിലാണ് എപ്പോഴും നടത്തേണ്ടത്. അല്ലെങ്കിൽ ആരാണോ ആരോപണ വിധേയൻ അദ്ദേഹത്തിൻ്റെ പ്രസൻസിലാണ് ഇങ്ങനെ ഒരു സെർച്ചോ കാര്യങ്ങളോ നടത്തേണ്ടത്. പക്ഷെ ആ അന്വേഷണം നടത്തേണ്ടത് ഡോക്ടർ ഹാരിസിന്റെ പ്രസൻസിലാണ്, അല്ലാതെ അദ്ദേഹം ഇല്ലാത്ത സമയത്തല്ല. അപ്പോൾ അതാണ് അവിടുത്തെ വിഷയം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ ഇത് നടത്തിയെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിഷയം. അത് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് അതിൽ ഞങ്ങളുടെ ഒപ്പോസിഷൻ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പലിനെ ഉൾപ്പെടെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു നീക്കം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ സ്ട്രോങ് ആയിട്ട് തന്നെ KJMCTക്ക് അതിൽ ഇടപെടേണ്ടി വരും. ഇത് ഒരു തുടർക്കഥയായി പോകുന്നതിൽ അർത്ഥമില്ല. കാരണം ഡോക്ടർ ഹാരിസ് ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ് നേരിട്ട് കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് സംഘടനയുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ ഇനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇത് പോകാൻ പാടില്ല. അപ്പൊ ഇതിലൊരു തീരുമാനം ഉണ്ടാവണം. എന്താണ് ഇതിലെ ഇഷ്യൂ, എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് സംസാരിച്ച് അതിലൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അപ്പൊ അതിനുവേണ്ടിയാണ് ഞങ്ങളൊരു മീറ്റിംഗ് മന്ത്രിയുമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് നൽകാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. എത്ര അധികാര ദുർവിനിയോഗം നടത്തിയാലും അവർക്ക് സാധിക്കുന്നതല്ല. ജനങ്ങൾ ഡോക്ടർ ആരിസ് ഹസന്റെ കൂടെയാണ്.